ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാഷൻ ഫ്രൂട്ട് പുഡിംഗ് ആണ്. അതിനായിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ആദ്യം സ്റ്റൗ ഓൺ ചെയ്ത് പാത്രം വെച്ചിട്ട് അതിലേക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് നമ്മൾ ഇട്ട് കൊടുത്തു. അതുപോലെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാരയും ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്ന് ഇത് നന്നായിട്ട് തിളച്ചോട്ടെ. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ്, ഒരു പാത്രത്തിലേക്ക് നമ്മൾ പാല് ഒഴിച്ചു കൊടുക്കുന്നു. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് യൂസ് ചെയ്തത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഞാനൊരു 10ഓളം പാഷൻ ഫ്രൂട്ടാണ് എടുത്തത്. അപ്പോൾ അതിന് 1/2 ലിറ്റർ പാലെടുക്കുന്നു. എന്നിട്ട് പാലിങ്ങനെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ചെറുതായിട്ട് കുറച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് അതാണ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ കട്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു കുറച്ച് സമയമെങ്കിലും നമ്മൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് കട്ട് പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് നോക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനത് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടില്ല, കുറച്ച് ഭാഗം മുകളിലെ ലെയറായിട്ട് വയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ആദ്യത്തെ ലെയർ എല്ലാ പാത്രത്തിലും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ ആ പൾപ്പിൻ്റെ ആ മിക്സ് ഇടേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്പേസ് ബാക്കി വെച്ചതിന് ശേഷമാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റായി വരാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടെ മിക്സ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ലെയർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ രണ്ടാമത്തെ ലെയറായിട്ട് നേരത്തെ മാറ്റി വെച്ച പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ വീഴുമ്പോൾ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം തിക്കാണ്. അപ്പോൾ ഈ തിക്നെസ് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാ പാത്രത്തിലും സെക്കൻഡ് ലെയർ നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമുക്കിത് സെറ്റ് ആവാൻ വയ്ക്കാം. ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിത് കഴിക്കാൻ വേണ്ടി എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ട് പുഡിംഗ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്